നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ ഫലത്തിനെ കുറിച്ചാണ്. അതിന് മുന്നായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതൊരു പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. രേവതി നക്ഷത്രത്തിൻ്റെ പൊതുവായൊരു ഫലമാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി, ഗ്രഹങ്ങളുടെ അവസ്ഥ, ഇതൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഫലത്തിലും വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രത്തിൻ്റെ ഒരു പൊതുവായ ഫലമായി മാത്രം ഇതിനെ കണക്കാക്കുക. നമുക്ക് പറഞ്ഞതുപോലെ രേവതി നക്ഷത്രത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഫലം നമുക്ക് നോക്കാം. അതായത് ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജ്യോതിഷപ്രകാരമുള്ള 27 നക്ഷത്രങ്ങളിൽ അവസാനത്തെയും അല്പം സവിശേഷമായിട്ടുള്ള ഗുണങ്ങളുള്ളതുമായിട്ടുള്ള നക്ഷത്രമാണ് രേവതി നക്ഷത്രം. പൗഷ്ണം, അന്ധ്യ, പുഷ എന്നീ പര്യായങ്ങൾ നമുക്ക് രേവതി നക്ഷത്രത്തിന് പറയാൻ സാധിക്കും. എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് രേവതി നക്ഷത്രം. നക്ഷത്രാധിപൻ, ദശാനാഥൻ ഇതൊക്കെ ബുധഗ്രഹമാണ്. രാശാധിപൻ വരുന്നത് വ്യാഴമാണ്, അതായത് ഗുരുവാണ്. അതിനാൽ തന്നെ രണ്ട് ഗ്രഹങ്ങളുടെ പ്രഭാവം രേവതി നക്ഷത്രക്കാരിൽ കാണാവുന്നതാണ്. രേവതി നക്ഷത്രക്കാർ ഏതൊരു കാര്യം ആലോചിച്ച് മാത്രമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. മീനക്കൂറുകാരായവരാണ് നമ്മുടെ രേവതി നക്ഷത്രക്കാർ. അതായത് 4 പാദങ്ങൾ 60 നാഴിക മീനൻ രാശിയിൽ നിൽക്കുന്നു. രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ദയാലുക്കളും മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമാണെന്ന് അറിയുക. ചില സമയങ്ങളിൽ അമിതമായ ദയ കാരണം മറ്റുള്ളവർ ഇവരെ ചൂഷണം ചെയ്യാൻ സാധ്യതയേറെയാണ്. കാലുകൾക്കും, അതായത് കാൽമുട്ട്, കാൽപാദം എന്നീ വേദനകൾ വരാം. ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇവർക്ക് സാധ്യതയുണ്ട്. മാനസികമായ അസ്വസ്ഥതകൾ പലപ്പോഴും അനുഭവത്തിൽ വരാവുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഇവിടെ വായു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാവുന്നതാണ്. അതുപോലെ വാദപ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഇതവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം എന്ന് ലളിതമായി പറയാം. ഉദര സംബന്ധമായ ബുദ്ധിമുട്ടിൽ ഇടയ്ക്കെങ്കിലും അനുഭവപ്പെട്ടേക്കാം. അതുപോലെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും കുറവുകളോ കണ്ണുകളുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വലത് കണ്ണിന് ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യത പറയാം. ചിലർ കണ്ണട വയ്ക്കുന്നവരും രേവതി നക്ഷത്രത്തിലും ഉണ്ടായിരിക്കാം. പല സന്ദർഭങ്ങളിലും അസ്ഥികൾക്ക് ചെറിയ ഫലക്കുറവ് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് ഇന്ന് അനുഭവപ്പെട്ടേക്കാം. ഈ രേവതി നക്ഷത്രക്കാർ വൈദ്യപരമായിട്ടുള്ള മേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ സാധ്യതയേറെയാണ്. ആത്മീയപരമായിട്ടുള്ള മേഖലകളിൽ കൂടുതൽ താല്പര്യം അവർക്ക് വന്നേക്കാം. രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയേറെയാണെന്നും കൂടി അറിയുക. ഏത് പ്രതിസന്ധിയിലും ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കുന്നവരാണ് ഈ രേവതി നക്ഷത്രക്കാർ. സ്വഭാവത്തിൽ പ്രകടമാകുന്ന അസ്ഥിരതയാണ് രേവതി നക്ഷത്രക്കാരുടെ എടുത്തു പറയാവുന്ന പ്രത്യേകത. രേവതി നക്ഷത്രക്കാർ ബുദ്ധിയിൽ സാമർഥ്യം പ്രകടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം കർമ്മശേഷിയും കഴിവും ഇവരുടെ പ്രത്യേകതയാണ്. മറ്റാരെന്ത് പറഞ്ഞാലും തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മാറ്റമില്ലാതെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് രേവതി നക്ഷത്രക്കാർ. അതിനായി ദോഷഫലത്തെ സ്വയം ഏറ്റുവാങ്ങാനും ഇവർ തയ്യാറാണ്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കാരണം പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്ത് പറയുന്ന മനോഭാവം പല പ്രശ്നങ്ങൾക്കും കാരണമാവാം. ചില സമയങ്ങളിലെങ്കിലും സഹനശക്തി വളരെ കുറയുന്നതായിട്ട് തോന്നാം. രേവതി നക്ഷത്രക്കാർക്ക് ചിലർക്കെങ്കിലും സ്വന്തം ബന്ധുജനങ്ങളിൽ നിന്നോ പിതാവിൽ നിന്നോ വേണ്ടത്ര പ്രയോജനം ജീവിതത്തിൽ ലഭിച്ചെന്ന് വരില്ല. ധാരാളം സുഹൃത്തുക്കളെ നേടാനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഇവരെ ആരാധനയോടെ കാണുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായേക്കാം. ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുമെങ്കിലും ഇവരെ അതിര് കവിഞ്ഞ് ആരുമായിട്ട് അടുത്ത ബന്ധം നിലനിർത്തുന്നവരല്ല. ആർക്ക് കീഴിൽ തൊഴിൽ ചെയ്യാനോ ആർക്ക് കീഴടങ്ങി ജീവിക്കാനോ ഇവർ ഇഷ്ടപ്പെടുന്ന പ്രകൃതക്കാരുമല്ല. സാഹിത്യം, സംഗീതം എന്നിവയിൽ വേണ്ട പരിശീലനം നേടാനുള്ള ഭാഗ്യവും ഇവർക്ക് ചെറുപ്പം മുതലേ കൈവരുന്നതാണ്. സ്വന്തം സ്വാതന്ത്ര്യത്തിന് എപ്പോഴും വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് രേവതി നക്ഷത്രക്കാരുടേത്. ശാസ്ത്രീയമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് താല്പര്യമുണ്ടാവും. ശുദ്ധഗതിക്കാരായി ചിന്തിക്കുന്നതിനാൽ തന്നെ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം.
ജീവിതത്തിൽ വിജയം നേടുന്നതിന് കഠിന പരിശ്രമം തന്നെ വേണ്ടി വരുന്നതാണ്. മാതൃഭവനത്തിൽ നിന്നുള്ള ബന്ധുക്കളിൽ നിന്ന് ഇടയ്ക്കെങ്കിലും നല്ല അനുഭവങ്ങൾ വന്നേക്കാൻ ഇടയുണ്ട്. മനസ്സിന് ചില വ്യാകുലതകൾ ഇടയ്ക്ക് വന്നേക്കാം. എങ്കിലും നല്ല അനുഭവങ്ങളും ജീവിതത്തിൽ വരുന്നതായിരിക്കും. അത് അനുഭവങ്ങൾക്കൊക്കെ മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു പോംവഴി വന്നു ചേരുന്നതായിരിക്കും. ഇടത് കണ്ണിന് വലത് കണ്ണിനേക്കാൾ കൂടുതൽ കാഴ്ചശക്തി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് വേണം പറയാനായിട്ട്. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് രേവതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൂടുതൽ വന്നു ചേരാൻ സഹായകമാകും. വിവാഹ പങ്കാളി ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന ആളാവാം. ഐശ്വര്യപരമായിട്ട് നല്ല കുടുംബജീവിതം തന്നെ രേവതി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുള്ള താല്പര്യം ഇവരിൽ കുറഞ്ഞു കാണപ്പെടുന്നു. ഔഷധങ്ങളോട് വേണ്ടത്ര താല്പര്യം കാണിക്കാറുമില്ല എന്ന് തന്നെ പറയണം. രേവതി നക്ഷത്രക്കാർ ജീവിത പങ്കാളിയുമായിട്ട് ആശയവിനിമയം നടത്തുകയും സ്വന്തം അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്തി സഹകരണത്തോടെ പെരുമാറുവാനും രേവതി നക്ഷത്രക്കാർ തയ്യാറാകുന്നതാണ്. സത്സന്താനങ്ങൾ ലഭിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ട്. പനി, ജലദോഷം എന്നീ ഇടയ്ക്കിടെ വന്നു പോകാനുള്ളൊരു സാധ്യത കൂടി നമ്മൾ പറയേണ്ടത്. സാധ്യത മാത്രമാണ്, എല്ലാവർക്കും അതിന് വരണമെന്നില്ല. രേവതി നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും അപഹാരദശകൾ, അതുപോലെ രാഹുവിൻ്റെ അപഹാരദശകൾ ഇതൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഏകദേശം 8.5 വയസ്സ് വരെ രേവതി നക്ഷത്രക്കാർക്ക് ബുധദശ ആയിരിക്കും. 8.5 വയസ്സ് മുതൽ 15.5 വയസ്സ് വരെ അപകടങ്ങൾ, മുറിവ്, ചതവ്, കലഹം എന്നീ അനുഭവങ്ങൾ വന്നു ചേരും. 15.5 വയസ്സ് മുതൽ 35.5 വയസ്സ് വരെ ഐശ്വര്യപരവും ജീവിതത്തിൽ ഭാഗ്യങ്ങളും സന്തോഷവും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും അതെന്ന് പറയാനായിട്ട്. അതുപോലെ വിദ്യാഗുണം വന്നു ചേരും, ബന്ധുബലം വന്നു ചേരും. 35.5 വയസ്സ് മുതൽ 41.5 വയസ്സ് വരെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെങ്കിലും കൂടുതൽ അധ്വാനം വേണ്ടി വരുന്ന സമയമാണ്. 41.5 വയസ്സ് മുതൽ 51.5 വയസ്സ് വരെയുള്ള സമയം മനസ്സിന് സന്തോഷവും ആശ്വാസവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം ഈ കാലഘട്ടത്തിൽ വന്നു ചേരുന്നതാണ്. അതുപോലെ 51.5 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള സമയം ശരീരത്തിൽ മുറിവുകൾ വന്നു ചേരാം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകടാവസ്ഥകൾ തരണം ചെയ്യേണ്ടതായി വരുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരാം. 76.5 വയസ്സിന് ശേഷം ജീവിതത്തിലെ പ്രശ്നങ്ങളും തടസ്സങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാം മാറി ജീവിതത്തിൽ നിന്നും ഭാഗ്യം വരുന്നൊരു സമയം കണക്കാക്കാം. ജീവിതം സമനിലയിലെത്തി ജീവിതത്തിൽ ഈശ്വരാധീനം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണിത്. ഇങ്ങനെ ഭാഗ്യവും നിർഭാഗ്യവും ഇടകലർന്നതായിരിക്കും രേവതി നക്ഷത്രക്കാരുടെ ജീവിത കാലഘട്ടം. ധൈര്യവും വേണ്ട മുൻകരുതലുകളും സമയോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങളും ക്ഷമയും ഉണ്ടെങ്കിൽ ഒപ്പം ദൈവഭക്തിയും കൂടി ആയാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് ആവുന്നതാണ്. അതിനാൽ തന്നെ ഭയപ്പെടേണ്ടതായ ഒരു ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ സന്ദർഭങ്ങളൊക്കെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ അവസ്ഥയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് മാറ്റം വരാവുന്നതാണ്. പലർക്കും എല്ലാവർക്കും ഒരേ അനുഭവങ്ങൾ തന്നെ വരണമെന്നില്ല. ഈ വയസ്സിലൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. അതിനാൽ തന്നെ അത് ജാതകം കൂടി പരിശോധിച്ചാലാണ് നമുക്ക് വ്യക്തമായൊരു ഫലമായിട്ട് പറയാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മളോട് പറയുന്നത് രേവതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ് എന്ന് പ്രത്യേകം ഓർക്കുക. ബുധനാഴ്ച വ്രതവും ശ്രീകൃഷ്ണ നാമം ഭജിക്കുന്നതും ജീവിത പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് ജീവിത പുരോഗതിക്കും വളരെ നല്ലതാണ്. നമുക്ക് വിഷ്ണു സഹസ്രനാമ ജപം, ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും രേവതി നക്ഷത്രക്കാർക്ക് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ രേവതി നക്ഷത്രം ബുധനാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ദർശനം നടത്തുന്നത് വളരെയേറെ നല്ലതാണ്. പശുക്കൾക്ക് പച്ചപ്പുല്ല് നൽകുന്നത്, ഗണപതി ക്ഷേത്രങ്ങളിൽ നാളികേരം മുടയ്ക്കുന്നത്, മഹാഗണപതി ഹോമം നടത്തുന്നത് എന്നിവയെല്ലാം നല്ലതായിരിക്കും. ഒരു 8.5 വയസ്സ് മുതൽ 15.5 വയസ്സ് വരെയുള്ള കാലയളവിൽ ഗണപതി ഹോമം ചെയ്യുന്നത്, നാളികേരം മുടയ്ക്കുന്നതും ദോഷം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അതുപോലെ ആ സമയം അശരണർക്കും മൃഗങ്ങൾക്കും സഹായമോ ദാനമോ ചെയ്യുന്നതും ദോഷം കുറയ്ക്കാൻ വളരെ നല്ലതായിരിക്കും. ഒരു 58.5 വയസ്സിന് ശേഷം ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത്, ചൊവ്വാഴ്ചകൾ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാൻ ഭജന നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഈ സമയം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വിശേഷാൽ അഭിഷേകങ്ങൾ നടത്തുന്നതും വളരെ വളരെ നല്ലതായിരിക്കും. 58.5 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള ദോഷപരിഹാരത്തിനായിട്ട് നമുക്ക് ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും നാഗദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉചിതമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് രേവതി നക്ഷത്രത്തിൻ്റെ ദേവതയെ നോക്കാം. ദേവത വരുന്നത് പുഷാവാണ്, ദേവഗണമാണ്.
മൃഗം പിടിയാനയാണ്. ഭൂതം ആകാശം. പക്ഷി വരുന്നത് മയിലാണ്. വൃക്ഷം ഇരിപ്പ. ഇതൊക്കെയാണ് വരുന്നത്. രേവതി നക്ഷത്രക്കാർക്ക് മഞ്ഞ കളറ്, പച്ച കളറ് ഇതൊക്കെ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു കളറുകളാണ്. ഇവ ധരിക്കുന്നത് കൊണ്ട് ഐശ്വര്യം വന്നു ചേരും, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും, ദോഷങ്ങളൊന്ന് കുറഞ്ഞു കിട്ടും. അങ്ങനെ പല പല ഗുണങ്ങളും ഈ കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ രേവതി നക്ഷത്രത്തിൻ്റെ പ്രധാന നക്ഷത്ര ഫലങ്ങൾ. അപ്പോൾ നമ്മളിവിടുത്തെ വീഡിയോ അന്നത്തെ അവസാനിക്കുകയാണ്. എല്ലാ രേവതി നക്ഷത്രക്കാർക്കും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.